SSLC ഫോക്കസ് ഏരിയയിലെ ഫസ്റ്റ് ലെസണാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ലെസണിലെ റിപ്പോർട്ടഡ് സ്പീച്ച് മാത്രം. റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ നിങ്ങൾ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ അത് കാണണം. പിന്നെ നിങ്ങൾ ഈ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ അറിവ് വെച്ച് ഇപ്പോൾ ഇങ്ങനെയാണ് 160 മാർക്കായിരിക്കും ടോട്ടൽ ക്വസ്റ്റ്യൻസ്. ഫ്രം ദിസ് 120 മാർക്സ് ക്വസ്റ്റ്യൻസ് വിൽ ബി ഫ്രം ഫോക്കസ് ഏരിയ. അപ്പം 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും. ഇപ്പം 160 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 120 ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും. അപ്പോൾ ഒരു 80 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ അത് ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് ഫുൾ മാർക്ക് എന്നാണ് ഇപ്പോൾ നമ്മളോട് അറിവ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഫോക്കസ് ഏരിയയെ സംബന്ധിച്ച് ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾക്കിങ്ങനെ ഫോക്കസ് ഏരിയ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതിലെ ഓരോ പോയവും ഓരോ പ്രോസും, ചിലപ്പോൾ വൺ ആക്ട് പ്ലേയോ അല്ലെങ്കിൽ പ്രോസോ പോയോ എന്താണെങ്കിലും നിങ്ങളെ അതിൻ്റെ ഈച്ച് ആൻഡ് എവ്രി ലൈൻ നിങ്ങൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. അത്രയും സമയമുണ്ടല്ലോ, നന്നായിട്ട് വായിക്കുക, പുതിയ വൊക്കാബുലറികൾ കണ്ടെത്തുക, പുതിയ വൊക്കാബുലറികൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇത് നമുക്ക് എസ്സേ ഒക്കെ വരുമ്പോൾ എഴുതാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ നിങ്ങളുടെ ഫോക്കസ് ഏരിയയുടെ ഫസ്റ്റ് ലെസൺ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയാൻ ട്രീ അതിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻസ് മോഡൽ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഗ്രാൻഡ് ഫാദർ, വൈ ഡു യു ലുക്ക് വെരി എക്സൈറ്റഡ്? ദ ബോയ്, ഐ സോ എ ത്രില്ലിംഗ് ഫൈറ്റ് ബിറ്റ്വീൻ എ സ്നേക്ക് ആൻഡ് എ മംഗൂസ്. അപ്പം നമ്മൾക്കറിയാം റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്തൊക്കെയാണ് നോക്കാനുള്ള. ആദ്യം നമ്മൾ എന്താണ് ടെൻസിലാണ് ഇവിടെ ചേഞ്ച് വരുന്നത് അല്ലേ? ടെൻസിൽ ചേഞ്ച് വരും. എങ്ങനെയാകും? പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആകും, പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആകും. അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, വൈ ഡു യു ലുക്ക് വെരി എക്സൈറ്റഡ്. ഇത് എന്ത് ടെൻസാണ്? പ്രസൻറ്റ് ടെൻസാണ്. പ്രസൻറ്റ് ടെൻസ് എന്താകും? പാസ്റ്റ് ടെൻസ് ആകും. അപ്പോൾ ഇവിടെ വെർബ് ഏതാണ്? ഇവിടുത്തെ വെർബ് ഏതാണ്? ലുക്ക് എന്നുള്ള വെർബാണ്. അപ്പം ലുക്ക് എന്നുള്ള വെർബ് പാസ്റ്റ് ടെൻസിലേക്ക് ആകുമ്പോൾ എങ്ങനെയാകും? ലുക്ക്ഡ് ആകും അല്ലേ? അപ്പോൾ അവിടെ നമ്മളൊരു റിപ്പോർട്ടിംഗ് വെർബ് ചെയ്യണം. ഏതാ അത്? ഗ്രാൻഡ് ഫാദർ ചോദിക്കുകയല്ലേ ചെയ്തത്. അപ്പം നമ്മൾ എഴുതും ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് വൈ ഡിഡ് യു ലുക്ക് എന്നാണോ വരേണ്ടത്? വൈ ഡു ഹി ലുക്ക്ഡ് വെരി എക്സൈറ്റഡ്. അപ്പോൾ യു എന്നുള്ളതൊക്കെ ഹി ആകുമ്പോൾ ചേഞ്ച് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസറും നോക്കാം. അടുത്ത നോക്കിയാൽ ദ ബോയ് ഐ സോ എ ത്രില്ലിംഗ് ഫൈറ്റ് ബിറ്റ്വീൻ എ സ്നേക്ക് ആൻഡ് എ മംഗൂസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. വാട്ട് ഡിഡ് ദ ഗ്രാൻഡ് ഫാദർ ആസ്ക് ദ ബോയ്? അപ്പോൾ എങ്ങനെ എഴുതും? ദ ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ദ ബോയ് എന്നും പറഞ്ഞ് എഴുതണം. ഇനി വാട്ട് വാസ് ഹിസ് റിപ്ലൈ? ഹി റിപ്ലൈഡ്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് കൊടുത്തിട്ടുണ്ട്. റിപ്ലൈ എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബും ആസ്ക് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ. ദ ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ദ ബോയ് വൈ ഹി ലുക്ക്ഡ് വെരി എക്സൈറ്റഡ്. അപ്പോൾ നോക്കിയേ, ടെൻസ് മാറി ലുക്ക്ഡ് എന്നായി. ദ ഗ്രാൻഡ് ഫാദർ ആസ്ക് ദ ബോയ് വൈ ഹി. ഇപ്പോൾ യു എന്നുള്ളത് ഹി ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ആൻസർ നോക്കിയേ. ദ ബോയ് റിപ്ലൈഡ് ദാറ്റ് ഹി ഹാഡ് സീൻ. അപ്പോൾ എന്താണ് മുകളിൽ ക്വസ്റ്റ്യനിൽ എന്താണ് വന്നിരിക്കുന്നത്? വൈ ഐ സോ എന്നുള്ളത് എന്ത് ടെൻസാണ്? സോ എന്നുള്ളത് പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ സോ എന്നുള്ള പാസ്റ്റ് ടെൻസാണ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കുന്നത്. നോക്കിയാൽ ഹാർഡ് സീനായി. ഇപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, പണ്ട് ഞാൻ പറഞ്ഞതാണ്, പെർഫെക്റ്റ്, ഹാർഡ് എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ ഗ്രാമറിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, ഈ 3 വാക്കും കാണും. ഹാർഡ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിനെ കാണിക്കുന്നതാണ്. മറ്റേത് ഹാവും ഹാസും പ്രസൻറ്റ് പെർഫെക്റ്റിനെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസ് എന്തായി മാറി? പാസ്റ്റ് പെർഫെക്റ്റായി മാറി. അതുകൊണ്ടാണ് ഹാർഡ് സീൻ കേട്ടോ. അത്രയും മാത്രമേ ഉള്ളൂ. ടിപ്പ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. പ്രസൻറ്റ് ടെൻസ് വിൽ ബിക്കം പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് വിൽ ബിക്കം പാസ്റ്റ് പെർഫെക്റ്റ്. ഇപ്പോൾ ഇത്രയും മാത്രം ഓർക്കുക. നേരെ ഓപ്പോസിറ്റ്, പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ആകും, പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആകും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് എന്താ ചെയ്യേണ്ടത്? V3 ഫോംസ് കുറേ പഠിക്കണം. കുറേ അധികം V3 ഫോംസ് പഠിക്കുക. V3 ഫോമാണ് നമ്മൾ ഹാർഡ് ചേർത്ത് എഴുതേണ്ടത്. ഹാർഡ് ബിക്കം, ഹാർഡ് സീൻ, ഹാർഡ് ബിഗൺ, ഹാർഡ് ഈറ്റൺ, അങ്ങനെയൊക്കെ പറയുന്ന V3 ഫോംസ്. അപ്പോൾ സോ സീൻ അല്ലേ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
ഗ്രാൻഡ് ഫാദർ വേർ ഡിഡ് യു സീ ദ ഫൈറ്റ് ബോയ് ഐ സോ ദ ഫൈറ്റ് അണ്ടർ ദ ബനിയാൻ ട്രീ. ഇപ്പം നോക്കി ഇതെല്ലാം ടെക്സ്റ്റിലുള്ള അതേപടിയുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. ഓക്കെ, വേർ ഡിഡ് യു സീ ദ, അപ്പോൾ ഇത് നോക്കി ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ് യു സീ, അപ്പോൾ എന്തായിരിക്കും വരിക? ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആകും. പാസ്റ്റ് ടെൻസ് എന്താകും എന്നാണ് പറഞ്ഞത്? പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പം എങ്ങനെ വരും? ഒന്ന് തിങ്ക് ചെയ്തേ. അടുത്തത് ബോയ് ഐ സോ ദ ഫൈറ്റ് അണ്ടർ ദ ബനിയാൻ ട്രീ. ഇത് ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആകും. നമുക്ക് നോക്കാം. ഇത് വാട്ട് ഡിഡ് ദ ഗ്രാൻഡ് ഫാദർ ആസ്ക് ദ ബോയ്, വാട്ട് വാസ് ഹിസ് റിപ്ലൈ. നോക്കിയേ, ദ ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ദ ബോയ് വെയർ ഹി ഹാഡ് സീൻ ദ ഫൈറ്റ്. അപ്പോൾ നോക്കിയേ എങ്ങനെയാണ് ആൻസർ വന്നിരിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ്. ഹി ഹാഡ് വെയർ ഹാഡ് സീൻ വന്നു. അതുപോലെ ദ ബോയ് റിപ്ലൈഡ് ഹി ഹാഡ് സീൻ. സോ എന്നുള്ള പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റായി മാറി. മനസ്സിലായില്ലേ? റിപ്പോർട്ടിംഗ് വെർബ് ഏതൊക്കെയാണ്? ആസ് പെർ ദ ഒക്കേഷൻ, റിക്വസ്റ്റഡ് ആകാം, ആസ്ക്ഡ്, റിപ്ലൈഡ്, കമാൻഡഡ്, എൻക്വയർഡ്, അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടിംഗ് വെർബ്. അത് നിങ്ങൾക്ക് ഏത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബോയ് there is a surprise for you, grandfather. Wow, I haven't seen white baby squirrels even before. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ബോയ് ടോൾഡ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഇതെന്ത് ടെൻസാണ്? ഈസ് എ സർപ്രൈസ് ഫോർ യു. ദർ ഈസ് എ, ഇത് പ്രസൻറ്റ് ടെൻസ് ആണ്. മറ്റേതും പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ മാറും എന്ന് നമുക്ക് നോക്കാം. ഗസ് ചെയ്യാൻ പറ്റുമോ? നോക്കിയേ. ബോയ് ടോൾഡ് ഗ്രാൻഡ് ഫാദർ ദാറ്റ് ദെയർ വാസ്. അപ്പോൾ എന്താണ് ഇവിടെ? ഈസ് എന്നുള്ളത് വാസ് ആയിട്ട് മാറി. ഈസ് എന്നുള്ള പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആയി മാറി. ഗ്രാൻഡ് ഫാദർ എക്സ്ക്ലൈംഡ് ദാറ്റ് ഹി ഹാഡിൻറ്റ് സീൻ. അപ്പോൾ ഈ ഹാഡിൻ്റെ എങ്ങനെ വന്നു? മുകളിൽ എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരുന്നു, ഹാവിൻറ്റ് അല്ലേ. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നുള്ളത് ആൻസറിൽ വന്നപ്പം പാസ്റ്റ് പെർഫെക്റ്റ് ആയി. ഇത്രയും വ്യത്യാസമുള്ളൂ കേട്ടോ. പ്രസൻറ്റ് ടെൻസ് വിൽ ബിക്കം പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് വിൽ ബിക്കം പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം കൂടെ നോക്കിയേ. ഗ്രാൻഡ് ഡാഡ് മൈ ബോയ് വാട്ട് ആർ യു ഡൂയിങ് ഓൺ ദ ഓൾഡ് ട്രീ? ബോയ് ഐ എം റീഡിങ് എ ബുക്ക് ഗ്രാൻഡ് ഡാഡ്. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ യു ഡൂയിങ്. ഇത് എന്ത് ടെൻസാണ്? ING വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പം ബോയ് എന്ത് പറഞ്ഞു? ഐ ആം റീഡിങ്. ഇതും പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ആൻസർ നോക്കിയാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്താകും? പാസ്റ്റ് കണ്ടിന്യൂസ് ആകും. ഗ്രാൻഡ് ഡാഡ് ആസ്ക്ഡ് ബോയ് വാട്ട് ഹി വാസ് ഡൂയിങ്. അപ്പം നോക്കിയാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ്. ആർ യു ഡൂയിങ് എന്നുള്ളത് ഹി വാസ് ഡൂയിങ്. ഹി ആസ്ക്ഡ് ദ ബോയ് വാട്ട് ഹി വാസ് ഡൂയിങ് ഓൺ ദ ഓൾഡ് ട്രീ. ബോയ് റിപ്ലൈഡ് ദാറ്റ് ഹി വാസ് റീഡിങ് എ ബുക്ക്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. എന്ത് ടെൻസാണോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കുക. ഓക്കെ, നോക്കി പ്രസൻറ്റ് കണ്ടിന്യൂസ് വിൽ ബിക്കം പാസ്റ്റ് കണ്ടിന്യൂസ്. ഇനി ഒരെണ്ണം കൂടെയുണ്ട്. വൈ ഡു യു ഫീഡ് ദ മംഗൂസ്? വൈ ഡു യു ഫീഡ് ദ മംഗൂസ് ഗ്രാൻഡ് ഡാഡ്? ഇറ്റ് കീപ്സ് ദ സ്നേക്സ് അവേ ഫ്രം ദ ഹൗസ്. അപ്പോൾ ഇതെന്ത് ടെൻസാണ്? സിമ്പിൾ പ്രസൻറ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്തായി മാറും? സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. നോക്കിയാൽ വൈ ഡു യു എന്നുള്ളത് എങ്ങനെ വരും? ദ ബോയ് ആസ്ക്ഡ് ഗ്രാൻഡ് ഡാഡ് വൈ ഹി ഫെഡ് ദ മംഗൂസ്. അപ്പോൾ ഫീഡ് എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ് അല്ലേ. ആ ഫീഡിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഫെഡ്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത് ബോയ് ആസ്ക്ഡ് ഗ്രാൻഡ് ഡാഡ് വൈ ഹി ഫെഡ് ദ മംഗൂസ്. അപ്പം എങ്ങനെ എഴുതും? ഇനി കീപ്പ് എന്നുള്ളത്, കീപ്സ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്. അതിൻ്റെ V3 ഫോം എന്താണ്? കെപ്റ്റ് അല്ലേ. നോക്കിയേ, ദ ഗ്രാൻഡ് ഡാഡ് റിപ്ലൈഡ് ദാറ്റ് ഇറ്റ് കെപ്റ്റ് ദ സ്നേക്സ് എവേ ഫ്രം ദ ഹൗസ്. അപ്പോൾ ഇത്രയും മാത്രമാണ്. സിമ്പിൾ പ്രസൻറ്റ് വിൽ ബിക്കം സിമ്പിൾ പാസ്റ്റ്. ഇനിയുണ്ടല്ലോ ഒരെണ്ണം കൂടെ, നമുക്കതോടെ നോക്കാം. ഗ്രാൻഡ് ഡാഡ് നോക്കി, ഇത് ടെക്സ്റ്റിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ മോഡൽ SCERT ഇറക്കിയതാണ് ഇത് കേട്ടോ. അടുത്തത് ഗ്രാൻഡ് ഡാഡ് വൈ ഡോണ്ട് യു ടൈം ദ മംഗൂസ്. ഇതെന്ത് ടെൻസാണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. ഡോണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഡോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ വരുമ്പം എങ്ങനെയായിരിക്കും? ഡിഡിൻറ്റ് വരും. പിന്നെ ഇവിടെ ഇവിടെ ഈസ് വന്നിട്ടുണ്ട്. ഈസ് എന്നുള്ളത് വാസ് ആകും. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാകുമെന്ന്. ഗ്രാൻഡ് ഡാഡ് വൈ ഡോണ്ട് യു ടൈം ദ മംഗൂസ്. ഗ്രാൻഡ് ഡാഡ് പറഞ്ഞു എ വൈൽഡ് മംഗൂസ് ഈസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക് വൺ. അപ്പോൾ എന്താണ്? വാട്ട് ഡിഡ് ദ ബോയ് ആസ്ക് ദ ഗ്രാൻഡ് ഫാദർ? വാട്ട് വാസ് ഹിസ് റിപ്ലൈ? ആൻസർ നോക്കിയേ, ബോയ് ആസ്ക്ഡ് ഹിസ് ഗ്രാൻഡ് ഡാഡ് വൈ ഹി ഡിഡിൻറ്റ്
ടൈം ദ മംഗൂസ് ഉണ്ടോ? പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആയി. അതുപോലെ ഇവിടെ ഗ്രാൻഡ് ഡാഡ് റിപ്ലൈഡ് ദാറ്റ് എ വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്. ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ശരിക്കും ഒന്ന് വായിക്കുക. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് ഈസ്, വാസ്, ആർ, ഹാസ്, ഹാവ് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതായത് റിപ്പോർട്ടഡ് സ്പീച്ച് കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ എന്തായാലും പറയുന്ന ഹെൽപ്പിംഗ് വെർബ്സ് ഉണ്ടല്ലോ, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, പിന്നെ ING ഇങ്ങനെയുള്ള വാക്കുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അതാണ് മാറ്റേണ്ടത്. പിന്നെ നിങ്ങൾ റിപ്പോർട്ടിംഗ് വെർബ് കൂടി ചേർക്കുക. അപ്പം പിന്നെ അത് റിപ്പോർട്ടഡ് സ്പീച്ചായി. ഇത്രയേ ഉള്ളൂ. അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആകും. ഇനി നോക്കി ഒരെണ്ണം കൂടെ. ഗ്രാൻഡ് ഫാദർ ഡിഡ് ദ മംഗൂസ് കിൽ ദ കോബ്ര. അപ്പോൾ നോക്കി ഇതെന്ത് ടെൻസാണ്? പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്താകുമെന്നാണ് പറഞ്ഞത്? പാസ്റ്റ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് ടെൻസിൽ അവിടെ എന്ത് വേണം? ഹാസോ, ഹാവോ, ഹാഡോ വേണം. അപ്പോൾ പാസ്റ്റ് ഇത് പാസ്റ്റ് ടെൻസാണ്. പാസ്റ്റ് ടെൻസ് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാസാണോ, ഹാവാണോ, ഹാഡാണോ വേണ്ടേ? ഹാഡ്. ഓക്കെ, നോക്കി. ബോയ് ആൻസർ പറഞ്ഞു യെസ് ദ മംഗൂസ് കിൽഡ് ദ കോബ്ര. അപ്പോൾ കിൽഡ് എന്നുള്ളതും പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? കിൽഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്തായി മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അപ്പം നമുക്ക് നോക്കാം. വാട്ട് ഡിഡ് ദ ഗ്രാൻഡ് ഫാദർ ആസ്ക് ദ ബോയ്. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് പേടിച്ച് പോകും. ഇതെന്ത് സാധനമാണ് ഇങ്ങനെയൊക്കെ ചോദിച്ച് ഇതെന്താണ്. പക്ഷേ നമുക്ക് ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ടിംഗ് വെർബൊക്കെ വന്നിട്ടുണ്ട്. വാട്ട് ഡിഡ് ദ ഗ്രാൻഡ് ഫാദർ ആസ്ക്. അപ്പം നമുക്കെഴുതാം ദ ഗ്രാൻഡ് ഫാദർ ആസ്ക് ദ ബോയ്. പിന്നെ വാട്ട് വാസ് ഹിസ് റിപ്ലൈ? ദ ബോയ് റിപ്ലൈഡ് എന്നൊക്കെ പറഞ്ഞെഴുതാം. അപ്പോൾ നോക്കി ആൻസർ ഗ്രാൻഡ് ഫാദർ ആസ്ക് ദ ബോയ് വെദർ ദ മംഗൂസ് ഹാഡ് കിൽഡ്. വെദർ ഇപ്പോൾ എന്താണ്? ക്വസ്റ്റ്യൻ ഇതല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വെദർ ചോദിക്കുന്നത്. ഡിഡ് ദ മംഗൂസ് കിൽ ദ കോബ്ര. കോബ്രയെ മംഗൂസ് കൊന്നോ? അങ്ങനെയാണ്. അപ്പോഴാണ് നമ്മൾക്ക് അവിടെ വെദർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വരുന്നത്, റിപ്പോർട്ടിംഗ് വെർബ് വരുന്നത്. മനസ്സിലായോ? അപ്പം ഗ്രാൻഡ് ഫാദർ ആസ്ക് ദ ബോയ് വെദർ ദ മംഗൂസ് ഹാഡ് കിൽഡ് എന്നുള്ളത് നോക്കിക്കേ, അത് V3 ഫോമാണ്. കിൽഡ് എന്നുള്ളതിൻ്റെ V3 ഫോമാണ് ഹാഡ് കിൽഡ്. പാസ്റ്റ് പെർഫെക്റ്റ് ഫോം ഹാഡ് കിൽഡ്. അടുത്ത് ബോയ് റിപ്ലൈഡ് പോസിറ്റീവ്ലി ദാറ്റ് ദ മംഗൂസ് ഹാഡ് കിൽഡ് ദ കോബ്ര. അപ്പോൾ പോസിറ്റീവ്ലി എന്ന് എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ബോയ് റിപ്ലൈഡ് എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. പക്ഷേ മോർ കറക്റ്റ്, മോർ ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് ഈ റിപ്പോർട്ടിംഗ് വെർബ് പോസിറ്റീവ്ലി എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബ് ചേർക്കുന്നതാണ്. ദ ബോയ് റിപ്ലൈഡ് പോസിറ്റീവ്ലി ദാറ്റ് ദ മംഗൂസ് ഹാഡ് കിൽഡ് ദ കോബ്ര. അപ്പോൾ മനസ്സിലായില്ലേ? പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ കുറച്ച് V3 ഫോംസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു 10-15 V3 ഫോംസ് പഠിച്ചു വെക്കുക. ഗോ, വെൻറ്റ്, ഗോൺ, സ്ലീപ്പ്, സ്ലെപ്റ്റ്, ഫൈൻഡ്, ഫൗണ്ട്, ബൈറ്റ്, ബിറ്റ്, ബിറ്റൺ, ഹാവ്, ഹാഡ്, ബ്രേക്ക്, ബ്രോക്കൺ, ഈറ്റ്, ഈറ്റൺ. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് V3 ഫോംസ് പഠിച്ചു വെക്കുക. V3 ഫോംസ് എന്തിൻ്റെ കൂടെയാണ് വരുന്നത്? ഹാഡിൻ്റെ കൂടെ. അതായത് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ കൂടെ ഹാഡ് വരും, പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റും അതിൻ്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവിൻ്റെ കൂടെ V3 വരും. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ റിപ്പോർട്ടഡ് സ്പീച്ച്. ഫസ്റ്റ് ലെസൺ എന്നുള്ള റിപ്പോർട്ടഡ് സ്പീച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എല്ലാ ഗ്രാമർ, അതായത് എല്ലാ ടെൻസും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. അടുത്ത് വരുന്ന ലെസൺ നിങ്ങളുടെ അടുത്ത യൂണിറ്റ് ഏതാണ്? അടുത്ത ലെസൺ ഏതാണ്? ആ ലെസൺ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത ലെസൺ അടുത്ത ലെസൺ വരുന്നത് സ്നേക്ക് ആൻഡ് ദ മിറർ. അപ്പം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ എസ്സേ എഴുതേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത് മതി. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.